സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും താരമായിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് തന്നെ ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ ആശയങ്ങളും ട്രോളുകളും പ്രചരിപ്പിക്കുന്നത് അത്തരക്കാരാണ്. അതിന്റെ ഫോളോവേഴ്സിനെയും ലൈക്ക് ചെയ്യുന്നവരെയും ഷെയർ ചെയ്യുന്നവരെയും കമന്റ് ഇടുന്നവരെയും വെച്ചാണ് പാർട്ടിയുടെ സ്വീകാര്യത മനസ്സിലാക്കുന്നത്. പറയുന്ന കാര്യത്തിലോ ചെയ്യുന്ന ട്രോളിലോ അല്പമെങ്കിലും കാര്യമുണ്ടോ എന്നും തിരിച്ചറിയാനാകും. കഴിഞ്ഞ ദിവസം ഒരു AI സാങ്കേതിക വിദ്യയിൽ ഒരു ട്രോൾ ഇറങ്ങി. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി പദം ആർക്കായിരിക്കും എന്നതാണ് അതിന്റെ രത്ന ചുരുക്കം. കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റിലെയും നേതാക്കളാണ് ഇതിലെ അഭിനേതാക്കൾ. സംഗതി AI ആണെങ്കിലും അഭിനയിച്ചിരിക്കുന്നവരുടെ തലയും ഉടലുമെല്ലാം അതാത് ആളുകളുടേതായി ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കാണുന്നവർക്ക് ആളെ വേഗം പിടികിട്ടും. പിണറായി വിജയൻ, VD സതീശൻ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരാണ് വീഡിയോയിലുള്ളത്. ഇൻ ഹരിഹർ നഗർ സിനിമയുടെ ഒരു ഭാഗമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഏകാന്ത ചന്ദ്രിക എന്ന പാട്ട് മുകേഷും ഹരിശ്രീ അശോകനും ജഗദീഷും സിദ്ദിഖും പാടുന്ന അതേ സന്ദർഭത്തെ വെച്ച് VD സതീശൻ മൗത്ത് ഓർഗൺ വെച്ച് ഇത് പാടുന്നു. ഇത് കേട്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും K സുധാകരനും കൂടെ പാടുന്നു. സിനിമയിൽ താരങ്ങൾ ഒരു പെണ്ണിനെ നോക്കിയാണ് പാടുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് മുഖ്യമന്ത്രി കസേരയെ നോക്കിയാണെന്ന് മാത്രം. പാട്ടെല്ലാം കഴിഞ്ഞ് എല്ലാ കോൺഗ്രസുകാരും സീറ്റിലേക്ക് നോക്കുമ്പോൾ പിണറായി വിജയൻ കസേരയുടെ അടുത്തു നിൽക്കുന്നു. ഇവിടെ വീഡിയോ അവസാനിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി കസേരയിൽ കണ്ണുവെച്ചവരും കസേര സ്വപ്നം കണ്ടവരും കസേരയിൽ നോട്ടമിട്ടവർക്കും അത് കിട്ടില്ല എന്നർത്ഥം. ഈ വീഡിയോയ്ക്ക് വലിയ പ്രചാരമാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയത്. മൂന്നാം ടൈമിലേക്കും പിണറായി വിജയനും സംഘവും എത്തുമെന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വീഡിയോ. മാത്രമല്ല, ഒന്നിൽ കൂടുതൽ പേർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നതും അത് നഷ്ടപ്പെടുന്നതും കൂടി വീഡിയോയിൽ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ നിലവിലെ പ്രശ്നം ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നതല്ല, അതിനു മുൻപ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതാണ് കോൺഗ്രസിലെ പ്രശ്നം. അതിനേക്കാൾ പാർട്ടി ഒന്നാകെ തോറ്റാൽ ആർക്കും വിഷയമില്ലല്ലോ എന്ന ലൈനിലാണ് ഓരോ നേതാക്കളും ഉള്ളത്. എല്ലാവർക്കും മത്സരിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപേ പ്രചാരണം തുടങ്ങാൻ ഒരു മടിയുമില്ലാത്തവരായി കോൺഗ്രസുകാർ മാറിക്കഴിഞ്ഞു. ഇനി പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ സ്വതന്ത്രനായിട്ടോ വിമതനായിട്ടോ പാർട്ടി ചാടിയോ ഒക്കെ മത്സരിക്കാനാണ് ഓരോ നേതാക്കളുടെയും മനസ്സിലിരിപ്പ്. ഇതിനിടയിലാണ് മുതിർന്ന നേതാക്കളുടെ മനസ്സിലിരിപ്പും പുറത്തു വരുന്നത്. KC വേണുഗോപാലിന്റെ കണ്ണ് മുഖ്യമന്ത്രി കസേരയിൽ പതിഞ്ഞിട്ട് നാളേറെയായി. ഉമ്മൻചാണ്ടി മരിച്ചതിന് പിന്നാലെ എല്ലാവരുടെയും ചിന്ത മുഖ്യമന്ത്രിയാകണമെന്ന് തന്നെയാണ്. ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തട്ടിലേക്കുള്ള പ്രധാന നേതാവ്. അതിനു മുൻപ് AK ആന്റണിയും അതിനു മുൻപ് K കരുണാകരനുമായിരുന്നു. എന്നാൽ കരുണാകരൻ മരിച്ചു, ഉമ്മൻചാണ്ടിയും മരിച്ചു. ഉള്ള നേതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാനും പറ്റുന്നില്ല. അപ്പോൾ അടുത്തയാൾ ആരാണ് എന്നതാണ് പ്രശ്നം. സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്കാണ് സാധ്യതയെങ്കിലും ചെന്നിത്തലയെ വെട്ടി VD സതീശന്റെ പാർലമെന്ററി ഉയർച്ച സമ്മതിക്കാതെ വയ്യ. മാറിയ കാലത്ത് യുവത്വം നയിക്കട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ VD സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്നാൽ കേരളത്തിലെ തർക്കം പരിഹരിക്കാൻ ബദൽ നീക്കം ഹൈക്കമാൻഡ് നടത്തിയാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും. K സുധാകരന്റെ വഴി അടഞ്ഞു കഴിഞ്ഞു. MP ആയി തന്നെ ഇരിക്കണമെന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക എന്നതാണ്. അതിനെല്ലാം കരുനിഴൽ വീഴ്ത്തുന്നതാണ് പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം. അത് വിജയിച്ചാൽ കോൺഗ്രസ് നേതാക്കളെല്ലാം നിയമസഭയിലെ ട്രഷറി ബെഞ്ച് സ്വപ്നം കണ്ട് വീണ്ടും വീണ്ടും 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കും.